നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വാ. അതിങ്ങതാ. ഇത് നിനക്ക് എവിടുന്ന് കിട്ടിയെന്നായിരിക്കും. ഈ ലോകത്തിൽ നന്മയുള്ളവരെ സഹായിക്കാനേ നല്ല മനസ്സുള്ള ആൾക്കാരുണ്ടാവും. ആ അത് പോട്ടെ, നല്ല മനസ്സുള്ളവരുടെ കാര്യം നിന്നോട് പറഞ്ഞിട്ട് എന്തിനാ? ഈ വിഷ്വൽസ് കൂടാതെ എന്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസും ഉണ്ട്. അതും കൂടി നീ കണ്ടാൽ ഇതിലും സന്തോഷാവും നിനക്ക്. ഫോട്ടോയെ പറ്റി നിന്നോട് പറഞ്ഞു തരണ്ടല്ലോ, നീ പടച്ചു വിട്ടതല്ലേ AI ഉപയോഗിച്ച്. ദാ നോക്ക്. നീ ഉണ്ടാക്കിയെടുത്ത ഫോട്ടോയ്ക്കും അക്കുച്ചേട്ടന്റെ ഫോണിൽ നിന്ന് റിക്കവർ ചെയ്ത ഒറിജിനൽ ഫോട്ടോയ്ക്കും ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അത് നീ ശ്രദ്ധിച്ചില്ല, പക്ഷെ ഞാൻ ശ്രദ്ധിച്ചു. ഒറിജിനൽ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് അടിച്ചാ നിന്റെയും അക്കുച്ചേട്ടന്റെയും പ്രണയം പുറത്താവുമെന്ന് മനസ്സിലാക്കി അക്കുച്ചേട്ടന്റെയും നിന്റെയും ഇപ്പോഴത്തെ ഫോട്ടോ വെച്ച് AI ഫോട്ടോ ഉണ്ടാക്കി. ദാ നോക്ക്. ഒറിജിനൽ ഫോട്ടോയിൽ അക്കുച്ചേട്ടന്റെ വിരലിൽ നീ ഇട്ടുകൊടുത്ത മോതിരമുണ്ട്. പക്ഷെ നീ പടച്ചുവിട്ട AI ഫോട്ടോയില് ആ മോതിരയില്ല. ദേ നോക്ക്. എന്തു പറയുന്നു ശ്രേയ? അക്കിടി മനസ്സിലായോ? ബുദ്ധിയും വിവരം ഉണ്ടെന്ന് പറഞ്ഞു നടന്നാ പോരാ, അത് ഉപയോഗിക്കാനും അറിയണം. ഈ ഫോട്ടോയും വിഷ്വൽസും സ്റ്റേഷനിൽ കൊണ്ടേ കാണിച്ചാ നീ പോകുക അകത്തേക്ക്, അക്കുച്ചേട്ടൻ പുറത്തേക്കും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ നിനക്ക്? ഇനി നമുക്ക് ഡീല് സംസാരിക്കാം. ഞാൻ സ്റ്റേഷനില് ഈ എവിഡൻസുമായിട്ട് പോവണ്ടെങ്കില് നീ കൊടുത്ത പരാതി പിൻവലിക്കണം. നിന്റെ മുന്നില് രണ്ടേ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നെങ്കിൽ നീ അകത്ത് പോണം, അല്ലെങ്കിൽ അക്കുച്ചേട്ടനെ പുറത്തിറക്കണം. തീരുമാനം നിന്റെ. നീ എന്ത് തീരുമാനിച്ചാലേ എനിക്ക് കുഴപ്പമില്ല. നീ അക്കുച്ചേട്ടന്റെ സിസ്റ്റത്തിൽ നിന്ന് മെയിൽ അയച്ച ആ ഓഫ്സെറ്റ് പ്രസിന്റെ ഡീറ്റെയിൽസും ഞാൻ തെളിവായിട്ട് പൊക്കിയെടുക്കും. അതോടെ തീർന്നു നീ. പക്ഷേ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. കാരണം ബാലമാമന്റെ കൈകൊണ്ട് താലിയെടുത്ത് തന്ന് നിന്റെ കല്യാണം നടക്കണ്ടേ? നീ എന്നെ വെല്ലുവിളിച്ചതല്ലേ? നീ അകത്തായാ പിന്നെ കല്യാണം നടക്കില്ലല്ലോ.
നിന്റെ മുന്നിൽ 1/2 മണിക്കൂർ സമയമുണ്ട്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത് വരെ. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിന്റെ കോള് വരണം. പരാതി പിൻവലിച്ചെന്നും ആകാശിനെ റിലീസ് ചെയ്യണമെന്നും പറഞ്ഞ് നിന്റെ കോള് വന്നില്ലെങ്കിൽ ഈ എവിഡൻസ് ഞാൻ അവിടെ നൽകും. പിന്നെ അറിയാലോ, നിന്റെ ജോലിയും പോവും, ജീവിതവും പോവും. ചാനലുകാരെ ആഘോഷിക്കും നിന്റെ പേരില്. എന്താ വേണ്ടെന്ന് നീ തന്നെ തീരുമാനിക്കേ.